പല കെട്ടുകഥകളും നാം കേട്ടിട്ടുണ്ടെങ്കിലും ചിലത് യാഥാർത്ഥ്യങ്ങളും ചിലത് സാങ്കല്പികങ്ങളുമാണ്. എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ കള്ളിയങ്കാട്ട് നീലിയും ഒരു സാങ്കല്പിക കഥയല്ല. ഏതോ കാലത്ത് മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ബലിയാടായ ഒരു പാവം പെൺകുട്ടിയുടെ കഥയാണ്. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായ കാർവേണിയുടെ സുന്ദരിയായ പുത്രിയാണ് അല്ലി. സുന്ദരിയായ അവൾ അവിടുള്ള അമ്പലത്തിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹവും നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് സുന്ദരിയായ അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകൻ്റെ ദുർനടപ്പിലും ദൂർത്തിലും മനംനൊന്ത് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. ഇതറിഞ്ഞ അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമധ്യേ അദ്ദേഹത്തിൻ്റെ മടിയിൽ തലവച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. അല്ലിയെ തിരക്കി ഇറങ്ങിയ അനുജൻ ഈ കാഴ്ച കണ്ടു. അവനും തലതല്ലി മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും പുനർജന്മമായി ചോളരാജാവിൻ്റെ കുട്ടികളായി ജനിച്ചു. നീലനും നീലിയുമായി അറിയപ്പെട്ടു. തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി. പ്രധാനമായും രാത്രികാലങ്ങളിൽ കന്നുകാലികളെ നഷ്ടമായിക്കൊണ്ടേയിരുന്നു. ഇതിന് കാരണം കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ രാജാവ് കുട്ടികളെ ചോളരാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവൻ കാട്ടിൽ ഉപേക്ഷിച്ചു. അവർ കാട്ടിൽ നിന്നും ഇറങ്ങി നടന്ന് തൊട്ടടുത്ത ഗ്രാമമായ പഴകന്നൂർ ഗ്രാമത്തിലെത്തി. അത് കുട്ടികളുടെ വികാര കേന്ദ്രമാക്കി മാറ്റി. നാട്ടിലെ മാന്ത്രികരെല്ലാം കൂടെ ചേർന്ന് കുട്ടികളെ എങ്ങനെയെങ്കിലും ആവാഹിച്ച് തളയ്ക്കാനായി ശ്രമിച്ചു. സാധിച്ചില്ല. എന്നാൽ നാഗർകോവിലിൽ നിന്നും പ്രശസ്തനായ മാന്ത്രികനായ തമ്പിയെ കൊണ്ടുവന്നു തളയ്ക്കാനായി ശ്രമിച്ചു. അദ്ദേഹത്തിന് നീലനെ തളയ്ക്കാൻ സാധിച്ചു. എന്നാൽ നീലിയെ തൊടാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. ഇതിനിടയിൽ നീലിയുടെ ഭർത്താവായ പൂജാരി നമ്പി പുനർജന്മമായി ആനന്ദൻ എന്ന പേരിൽ കാവേരി പൂമ്പട്ടണത്തിൽ ജനിച്ചു. ഇദ്ദേഹം പിന്നീട് വ്യാപാരത്തിനായി മുസ്രീസിലേക്ക് പോയി. കയ്യിൽ ഒരു മാന്ത്രിക ദണ്ഡും ഉണ്ടായിരുന്നു. ഇയാൾ പോകുന്ന വഴിയിൽ പഴകന്നൂർ ദേശത്തും എത്തി. പക്ഷേ ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ നീലിക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ യക്ഷിയായ നീലി മായ കാട്ടി ഒരു സ്ത്രീയും കുഞ്ഞുമായി രൂപം പ്രാപിച്ചു. തൻ്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെയെല്ലാം അറിയിച്ചു. അയാൾ ഇവൾ യക്ഷിയാണെന്ന് കരഞ്ഞു പറഞ്ഞു. എങ്കിലും ആരും വിശ്വസിച്ചില്ല. മാത്രവുമല്ല, യക്ഷി നിങ്ങളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ മാന്ത്രികരായ എല്ലാവരും നിങ്ങളോടൊപ്പം മരിക്കും എന്ന് അവർ സത്യം ചെയ്തു. നിവർത്തിയില്ലാതെ അദ്ദേഹം അന്ന് അവിടെ തങ്ങി. രാത്രി തന്ത്രപൂർവം നീലി അദ്ദേഹത്തെ വധിച്ചു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നതാണ് ഈ മാന്ത്രികർ കണ്ടത്. അവരും അഗ്നിപ്രവേശം ചെയ്തു. തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും മരണത്തിന് കാരണക്കാരായ ആനന്ദനെയും വധിച്ചതിന് ശേഷം ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ നീലി കുടിയിരിക്കുകയും ചെയ്തു. വശ്യസൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ നീലി എന്ന രക്തദാഹിയായ യക്ഷി വാസസ്ഥലമെന്ന് കരുതുന്ന തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവൻകാട് എന്ന ദേശത്ത് വിഹരിച്ചു നടന്നു. നീലി ആ പ്രദേശത്ത് ചുറ്റി നടന്ന് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും. ഇതാണ് നീലിയുടെ ആകൃതി. അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചു. സ്ത്രീ ലംബടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറ് പിളർന്ന് രക്തം ഊറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയായി മാറി. ആർക്കും ഈ യക്ഷിയെ തളയ്ക്കാനേ സാധിച്ചില്ല. എന്നാൽ ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനാർ ഈ യക്ഷിയെ തളച്ചു എന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട്. എന്നാലും കേരളത്തിലെ നാടൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന പ്രസിദ്ധമായൊരു കഥാപാത്രമാണ് നീലി. യക്ഷിയാണെങ്കിലും പഞ്ചവൻകാട്ടിലൊരു ക്ഷേത്രത്തിൽ കുടിയിരുത്തപ്പെട്ട നീലി മാതൃഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു.
മാത്രമല്ല മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രത്തിലും നീലിയുടെ സാന്നിധ്യം ഉണ്ടായി. 1979 നീലി കേന്ദ്ര കഥാപാത്രമായ കള്ളിയങ്കാട്ട് നീലി എന്ന ചിത്രം, 1985 ഇറങ്ങിയ കടമറ്റത്തച്ഛൻ, ഇപ്പോൾ പുതുതായി തിയേറ്ററുകളിൽ വിജയകരമായി ഓടുന്ന ലോക സിനിമകളിലും സാഹിത്യങ്ങളിലും നീലിയുടെ സാന്നിധ്യം തന്നെ ഇന്നും നാം മലയാളികൾ ഭയത്തോടും സ്വല്പം ഇഷ്ടത്തോടെയും നീലിയെ നെഞ്ചിലേറ്റുന്നതിൻ്റെ തെളിവാണിത്. ഇതാണ് നീലിയുടെ കഥയുമായി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ.